ആരമണി ചേച്ചി ഇല്ല ചേച്ചി, ഇന്ന് ഞാൻ വരില്ല. ആ മീറ്റിംഗ് നിങ്ങളെല്ലാവരും കൂടി കുടിക്കോ. ഞങ്ങളുടെ അമ്മാവനെ പട്ടിയടിച്ച് ചേച്ചി നല്ലോണം കടി കിട്ടിയിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഓ ആ കാലിലൊക്കെ ഉണ്ട്. ശരി ചേച്ചി. ആ എനിക്കെടുത്താ ഞാൻ എന്നെ ഒന്ന് വിളിച്ച് പറയട്ടെ. എന്തിനാ? ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യം. എന്റെ ദൈവമേ, കഷ്ടകാലം. എന്തൊരു ഒടുക്കത്തെ പട്ടിയാ വഴി. ഹലോ ഹലോ, ഇല്ല ഇന്ന് ഞാൻ കേറൂലേ? ഇല്ല പറ്റൂല. പറയണേ. അതെന്റെ അപ്പൂപ്പനെ പട്ടി അടിച്ച് വഴിന്ന് വന്നപ്പോ കൊണ്ടുപോയി. പറയണേ ടീച്ചറിന്റെ അടുത്ത്. നാട് മുഴുവൻ എന്നെ പട്ടി അടിച്ചത് പറഞ്ഞുകൊണ്ട് കിടക്കുക. ഞാൻ വിമാനത്തൊന്നുമല്ല വീണിക്കണ, ഒരു പട്ടി അടിച്ചല്ലേ നാണം കെടുത്താൻ വേണ്ടിട്ട്. അറിയണ്ടേ എന്തിനാ ആൾക്കാരെ നാണം കെടുന്നത്? പട്ടി കടിച്ചു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? എന്തിനാ വെറുതെ അതൊക്കെ നാട്ടുകാരെ അറിയിക്കണം? ഇനിയിപ്പൊ ഈ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കണം. അതൊക്കെ ചങ്ങലൊക്കെ ഉണ്ട് കഴുത്തിലേ. പട്ടിയുടെ എവിടുന്ന് പൊട്ടിച്ച് വന്നാണോ? തെരുവില് പട്ടിയൊന്നും ഇങ്ങനെ കടിക്കില്ല. കെട്ടിയിട്ടത് ചങ്ങല പൊട്ടിച്ചു. വിളിച്ചാ ഒന്ന് ഫോൺ എടുത്തു നിനക്ക്. ഇനി കേറാ ഒരു ആശുപത്രിയിൽ, എല്ലാ ആശുപത്രിയിലും കയറി ഇറങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. അവസാനം തക്കാട് ആശുപത്രിയിൽ പോയി. അതിനങ്ങോട്ട് പോകണത് അത് പ്രസവാശുപത്രി അല്ലേ? അവിടെ പോയി, അവിടെയുള്ള ഒരു ഡോക്ടർമാരാണല്ലോ. അതെ. 950. നമ്മനെ 50 രൂപ ചേർത്ത് റൗണ്ട് ചെയ്ത് 1000 ആക്കിക്കൂടെ? പൈസ തരാം. ഒന്ന് സംസാരിച്ചോട്ടെ, രോഗിയെ ഒന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. അമ്മാവാ, ഏത് പട്ടിയാ കടിച്ച അമ്മാവനെ? കടിക്കാൻ വരുന്ന പട്ടി പേര് അഡ്രസ്സും തന്നിട്ടാണോ വന്ന് കടിക്കുന്നത്? ഒന്നാമത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല, നീ ഒരു ഒറ്റ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. ഈ അമ്മാവന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാൻ പട്ടിക്ക് കൈക്കൂലി കൊടുത്ത് കടിപ്പിച്ച പോലെയാണല്ലോ. എനിക്ക് സംശയമുണ്ട്, നീ ചിലപ്പോ പട്ടിക്ക് കൈക്കൂലി കൊടുത്ത് കടിപ്പിച്ചെന്റെ. നീ ഒത്തി സ്വസ്ഥ ഓർഡർ അമ്മാവന്. ഇടേ, ഞാൻ ചോദിച്ച അതല്ല. തെരുവിലെങ്കിൽ അലന്ന പട്ടികളാണ്. അതാ പിന്നെ ആരെ പട്ടി പറ? ഏത് വീട്ടിലെ പട്ടി? ആരെ പട്ടി? അത് പറ. അമ്പിളിക്കുട്ടന്റെ ഭാര്യ വീട്ടിലെ പട്ടി. അത് തുടലും പട്ടി ഭാര്യ വീട്ടിലെ പട്ടി. അമ്പിളിക്കുട്ടന്റെ ഭാര്യ എന്ന് പറയുന്ന മുതലേ വിഷമാണ്. അപ്പൊ ഈ പട്ടിക്ക് എന്തായാലും പേ ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് വെറുതെ ഇരുന്നാ പറ്റൂല, കേസ് കൊടുക്കണം. നിനക്കിപ്പോ എന്താണ് പ്രശ്നം? അമ്മാവനെ പട്ടി കടിച്ചാണോ പ്രശ്നം? അത് അമ്പിളിക്കുട്ടന്റെ ഭാര്യ വീട്ടിലെ പട്ടി കടിച്ചാണോ പ്രശ്നം? എന്നെ സംബന്ധിച്ച് അമ്മാവനെ പട്ടി കടിച്ചത് വിഷയമാണ്. പക്ഷെ അമ്പിളിക്കുട്ടന്റെ ഭാര്യയുടെ വീട്ടിലെ പട്ടി എന്ന് പറയുമ്പോൾ അത് അതിലും വിഷയമാണ്. അതും കണ്ടിട്ട് TDT പാർട്ടിക്ക് വെറുതെ ഇരിക്കാക്കൂല. അതെ, നമുക്ക് കേസ് കൊടുക്കണം. അമ്മാവാ വേണ്ട, കേസും കൂട്ടൊന്നും വേണ്ട. ഇന്നൊന്ന് വെറുതെ വിട്ടാ, നീ ഒന്ന് പോയി തന്നാ മതി. എന്താണ് അമ്മാവാ ഇത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഭാവിയിൽ അമ്മാവന് പേയോ വല്ല പ്രശ്നങ്ങളോ ഉണ്ടായാൽ ചികിത്സിക്കാൻ പൈസ വേണം. കേസ് കൊടുത്താൽ നമുക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കാം. അമ്മാവാ, നാരങ്ങ കഴിക്കരുത്, മുട്ടയും കഴിക്കരുത്. നീ ഒരു വലിയ ഡോക്ടർ, ഒന്ന് പോരാടുന്നു. ഇത് ആർക്കറിയാത്ത എന്റെ അനുഭൂതി ഞാൻ പറഞ്ഞാ. പട്ടി അടിച്ചിട്ടുണ്ടോ? എന്നെ കടിച്ചിട്ടില്ല. ആന്ധ്രയിൽ എനിക്കൊരു അമ്മാവനെ പട്ടി കടിച്ച ആ അനുഭവമാണ്. രാജൻ ബി ദേവ് ഒരു സിനിമയിൽ പേ പിടിച്ച് കുറയ്ക്കുന്നത് കേട്ടില്ലേ? അതേപോലെ കുറച്ച് അമ്മ മരിച്ചു. ആ സിനിമയാണ് കരുമാടിക്കുട്ടൻ. സിനിമ കഥ പറയാൻ ഒന്ന് ഇറങ്ങി പോണ കൊട്ടായിരുന്നു. മനുഷ്യനും ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവരുടെ സിനിമ കഥ. TDT പാർട്ടി ഈ കേസ് ഏറ്റെടുത്ത് കേട്ടോ. നീ പണ്ട് തെരുവുനായ ശല്യത്തിനെതിരെ സമരം ചെയ്യാൻ പോയിട്ട് തെരുവ് പട്ടി ഓടിച്ചിട്ട് കടിച്ച ഓർമ്മയുണ്ടല്ലേ? ഇത് അതുപോലെ അല്ല. ഇത് അമ്പിളിക്കുട്ടന്റെ ഭാര്യയുടെ വീട്ടിലെ പട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് കുത്തി പൊക്കൂടാ. എടാ, ഇത് വില അമ്മ പേടിക്കണ്ടായിരുന്നു. ഇത് വില കൂടിയ പട്ടിയാണ്. ഇതിന് വേറെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ട്. അത് വേറെ കുഴപ്പമില്ലാത്തതാണ്. എന്താ വില കൂടിയ പട്ടി അടിച്ചാൽ പേ വന്നുവിടുന്നുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞ ഇഞ്ചക്ഷൻ കിടക്കുന്ന പട്ടിയാടാ അത്. ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അമ്മാവൻ പ്രായമായ മനുഷ്യനാണ്. ഈ തങ്കം, ഈ അവനെ പിടിച്ചുകൊണ്ട് പൂട്ടിയിട്ട പിന്നെ അവർ റോഡ് നടന്നിട്ട് ആൾക്കാരോട് മുഴുവൻ പറയും ഗിരിരാജനെ പട്ടി അടിച്ചു. അമ്മാവനിപ്പോ അതാണ് പ്രശ്നം, അല്ലാതെ ആരോഗ്യമൊന്നും അല്ല പ്രശ്നം. അതെവിടെയെങ്കിലും പോട്ടെ. ആട്ടോയ്ക്ക് ഇപ്പൊ തന്നെ 950 രൂപയായി. ഞങ്ങൾ ഇനി പോയിട്ട് വരും. ചെറിയൊരു ജോലിയുണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു വരും. ബാക്കി കൊടുക്കാനുള്ള പൈസ റെഡിയാക്കി വെച്ചോണം. ഞാൻ വണ്ടി ഇറങ്ങണം. ഒന്നും പേടിക്കണ്ട, TDT പാർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞു. നിനക്ക് അമ്മാവനെ സംരക്ഷിക്കണമെന്നുള്ള ചിന്തയില്ല അല്ലേടാ?